ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടി റൂട്ടിലായി നിൽക്കുന്ന ഇൻഫോ പാർക്കിലേക്ക് ജസ്റ്റ് 7 കിലോമീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 4 ബെഡ്റൂമിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്ഥിതി ചെയ്യുന്ന വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ നിർമ്മാണം. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീടിൻ്റെ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല വീതിയുള്ള റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ ഒരു വീട് ഒരു കോർണർ പ്ലോട്ടിലാണ് നിൽക്കുന്നത്. 2 സൈഡിലും വഴി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസിയോട് കൂടി നിൽക്കുന്ന ഒരു വീട് തന്നെയാണ്. 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കയറി വരുമ്പോൾ വിശാലമായൊരു മുറ്റം നമുക്ക് കാണാം. 2 വണ്ടി ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്നൊരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ മിതമായ നിരക്കിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പൈപ്പ് കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന കാക്കനാട് അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ചുറ്റുഭാഗങ്ങളെല്ലാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് ലഭിക്കുന്ന ഒരു ഏരിയ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലെല്ലാം ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായാണ്. ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ടും നമുക്ക് കാണാം. മഹാഗണിയും ആഞ്ഞിലിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. 2 സൈഡിലേക്കും ഫോൾഡിങ്ങിനും തുറക്കാവുന്ന ഡോറ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും ലൂവറും സീലിംഗ് ഫാൻ അടക്കം എല്ലാം മനോഹരമായി തന്നെയാണ് സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റും നമുക്ക് കാണാം. നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ വീട് കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. 10 ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളും സീലിംഗ് ഫാൻ അടക്കം എല്ലാം മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഏരിയ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫുകളും ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷനും അവിടെ കാണാം. 2 ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചണിൽ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയും സീലിംഗ് ഫാനും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. ഇനി കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് വർക്ക് ഏരിയക്കുള്ള സ്പേസ് വരുന്നത്. ഫുൾ കവേർഡോടുകൂടി വരുന്ന കബോർഡ് വർക്കും സിങ്കെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരിക. 4 ബെഡ്റൂമും നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. ഏകദേശം 130ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമുകൾ തന്നെയാണ്. കബോർഡ് വർക്കുകളും സീലിംഗ് ഫാൻ അടക്കം എല്ലാം മനോഹരമാക്കി തന്നെ ഈ ബെഡ്റൂമിലും ലഭിക്കുന്നുണ്ട്. 2 ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ബാത്റൂമിനായി ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല മനോഹരമായ മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് ബാത്റൂം നിർമ്മാണം. വിൻഡോയിലെല്ലാം നമുക്ക് കാണാം സ്റ്റീലിൻ്റെ റാഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കുകളെല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന രീതിയിൽ തന്നെയാണ് ബെഡ്റൂമിൻ്റെ നിർമ്മാണം. ഇതും ഏകദേശം 130ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് തിരിച്ചു വരാം. സ്റ്റെയർ കേസിന് താഴെയായി വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്.
കൂടാതെ ഈ ഒരു ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനും സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം കാണാം. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജിയുടെ പൈപ്പും വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ വിശാലമായൊരു ഹോളാണ് ഇവിടെ ലഭിക്കുക. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഹോളിൻ്റെ നേരെ കാണുന്ന ആ ഒരു ഭാഗത്ത് ഒരു TV റൂമായിട്ടോ അല്ലെങ്കിൽ ഒരു സാധാരണ റൂമായിട്ടോ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയും മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ നിന്നാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ലഭിക്കുക. നല്ല പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. മുകളിലെ നിലയിലും 2 ബെഡ്റൂമാണ് വരിക. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ കണ്ട സെയിം പാറ്റേണിൽ തന്നെയാണ് മുകളിലും ബെഡ്റൂം വരുന്നത്. അതേ അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂമുകൾ മുകളിലെ നിലയിലും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 4 ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത എല്ലാ രീതിയിലുള്ള വീടുകളും ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 3 ബെഡ്റൂം ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് വന്നെത്തി നിൽക്കുന്നത്. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടി റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന 4.600 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 82 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.